ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിനാരാധമേ എന്നോട് പിണക്കം. എന്ത് പറഞ്ഞാലും വഴക്കും പിണക്കും. അയ്യോ, എന്നോടിപ്പോ സ്നേഹത്തോടെ ഒരക്ഷരം പോലും പറയാറേയില്ല. മാഡം, ഈ മറ്റു പെമ്പിളരെ അപേക്ഷിച്ചിട്ട് ഋതുമോളൊരു പാവവും തമ്മിൽ ഭേദമാ. അത് അളിയോടുള്ള ഇഷ്ടം കൊണ്ടാ ഈ സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടാവുന്നത്. അളിയെ ക്ഷമിച്ചുകളാ. ഈ ക്ഷമയും വിട്ടുവീഴ്ചയും മാത്രമാ ഇതിനൊരു സൊല്യൂഷൻ. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം എടുത്തങ്ങ് പള്ളേ കളഞ്ഞേക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമേ അരുത്. മാരേജ് ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആളികൾ ഞാനൊരു അഡ്വൈസ് തരാം. ഞാന് ബെഞ്ചമിൻ ഇഞ്ചിമല എഴുതിയ ദാമ്പത്യ ജീവിതം എങ്ങനെ രസകരമാക്കാം അതിനുള്ള 10 വഴികൾ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ഉണ്ടാ പുസ്തകം വേണമെങ്കിൽ അളിയോട് തരാം. എനിക്ക് വേണ്ടളിയാ. അളിയാ, ആ പുസ്തകത്തിൽ ബെഞ്ചമിന് ഇഞ്ചിമല എഴുതിയ നിർദ്ദേശമുണ്ട്, പറഞ്ഞുതരാം. സോറി. ഭാര്യയുമായി സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ചെവികളിൽ പഞ്ഞി തിരികെ വയ്ക്കണം. അവൾ എന്ത് പറഞ്ഞാലും ചിരിച്ചിരിച്ച് യേസ് യേസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേട്ടോ അളിയാ? പോയാ അളിയാ? അളിയൻ പോയാ? ഒരു ജില്ലയിൽ മാത്രം അഴിച്ചുപണി നടത്തിയ പോരാ. 14 ജില്ലയിലും അത് വേണം. ചെയ്യാം സാർ. 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എവിടേക്കടാ? നീ വന്നേ. ഞാനും സാന്ദ്രയും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് ആ ദ്രോഹി വിളിച്ച് പറഞ്ഞാണോ? വല്യമ്മോന്റെ ഭാവം കണ്ടാലറിയാം. ഇങ്ങോട്ട് വാടാ. മാപ്പ് പറയേ രക്ഷയുള്ളൂ. വല്യമ്മാവ എനിക്ക് മാപ്പ് തരണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയെന്നോ? എന്ത് തെറ്റ്? ഓ, അപ്പൊ എനിക്ക് അബദ്ധം പറ്റിയതാ. വല്യമ്മാവനൊന്നും അറിഞ്ഞിട്ടില്ല. പറയടാ, എന്തൊപ്പിച്ചു വെച്ചിട്ടാ നീ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? വീണെടുത്ത് കിടന്നു ഉരുളാം പറയാൻ. അത് വല്യമ്മാവന്റെ കാറിന്റെ പിന്നെ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയതേ എന്റെ കുഴപ്പം കൊണ്ടാ. ഞാൻ എന്റെ ബൈക്ക് പുറകോട്ടെടുത്തപ്പം പൊട്ടിപ്പോയതാ. ഡ്രൈവ് ചെയ്യാനായി ബൈക്കിൽ കയറിയ ഡ്രൈവിന് മാത്രമായിരിക്കണം ശ്രദ്ധ. മനസ്സിലായോ? മനസ്സിലായൊന്നു? ക്ഷമിക്ക് വല്യമ്മാവ, മനസ്സിലായി. എന്നാ ചെല്ല്. അപ്പോ നമ്മുടെ ഇലക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ അമ്മ എന്താ കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കുന്നെ? ഞാൻ രാജുവിന്റെയും ഋതുമോളുടെയും കാര്യം ആലോചിച്ച് ഇരുന്ന് പോയതാ മോളെ. അവര് തമ്മില് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഒന്നുമില്ലമ്മേ, ഇതൊരു സാധാരണ വഴക്കായിട്ടാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ രാജുവിനെയും ഋതികമോളെയും നമുക്കറിയില്ലേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ അവര് തമ്മിലുള്ള കാര്യം അവര് തന്നെ പരിഹരിച്ചോളും. അമ്മ, ദേ ഋതികമോള് വരുന്നുണ്ട്. ആ കൊച്ചിനോട് ഇതൊന്നും ചോദിക്കണ്ട കേട്ടോ. ചോദിക്കാതിരിക്കുന്നത് ശരിയാണോ മോളെ?
ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര നല്ലതല്ലല്ലോ. രാധമ്മേ, ചപ്പാത്തി കറിയാണോ? ഞാൻ വരാൻ താമസിച്ചു പോയോ? താമസിച്ചു പോയിട്ടൊന്നുമില്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോ ചപ്പാത്തി ഞാൻ പരത്താം. പിന്നെന്താ, ഞാൻ ചപ്പാത്തി പരത്തിയാലേ പലതും പല ആകൃതിയിലായിരിക്കും. പരത്തിക്കോ. ദാ, ശരി. അവൾക്ക് ആ സമയം കൂടെ പോയി ജയനോട് വഴക്കിടാലോ. ആഹാ, വഴക്കുണ്ടാക്കുന്നത് ഞാനാണോ? ജേട്ടനല്ലേ? ഉം. അല്ല, ഈ കല്യാണം കഴിക്കുന്നതൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? വഴക്കാണോ പ്രധാനം? എന്നുവെച്ചാ അമ്മ വഴക്കുണ്ടാക്കാത്തൊരാള്. എത്ര ദിവസാ എന്റെ അച്ഛനെ മുള്ളാണിയിൽ നിർത്തിയത്? എനിക്ക് മനസ്സിലായി, ഇവർ ഈ സബ്ജക്റ്റ് എടുത്തിട്ടത് തന്നെ ഞങ്ങളുടെ കാര്യം ഉദ്ദേശിച്ച. ആ, ഞാനും വേണുവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളത് നേരാ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും പരസ്പരം ബോധ്യപ്പെട്ടപ്പോ ഞങ്ങളത് അവസാനിപ്പിക്കുകയും ചെയ്തു. രാജു, ഇങ്ങ് വാ. എന്താമ്മേ? നീ എന്താ വന്നിട്ട് പെട്ടെന്നങ്ങ് തിരിച്ചു പോയത്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ തിരക്കിട്ട ജോലിയിലല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി പോയതാ. ആണോ? നീ മോളോട് പിണക്കമാണോ? എനിക്ക് ആരോടും പിണക്കമില്ലമ്മേ, എല്ലാവർക്കും എന്നോടാ പിണക്കം. ആ എല്ലാവരും ആരാ? ഞാനാ. എല്ലാവരും ഒന്ന് രാജു അർത്ഥമാക്കിയത് എന്നെയാ. രാധമ്മയ്ക്ക് അറിയാലോ, പിണക്കവും വഴക്കവും ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. രാജുവിനാ രാധമ്മേ എന്നോട് പിണക്കം. ഉം, ഈ- ഈ- എന്ത് പറഞ്ഞാലും വഴക്കും പിണക്കും. അയ്യോ, എന്നോടിപ്പോ സ്നേഹത്തോടെ ഒരക്ഷരം പോലും പറയാറേയില്ല. ആ, മാഡം, മാഡം നുണ പറയല്ലേ? ആ, ഞാൻ പറയുന്ന നുണയൊന്നുമല്ല, സത്യം. ആ, അതിരിക്കട്ടെ. എന്തായാലും ഈ വഴക്കിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം?